ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിന്യോ PSC. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി 1857-1947 സബ്ബായ പ്രക്ഷോഭങ്ങൾ ടോപ്പിക്ക് കഴിഞ്ഞിരുന്നു. ഇനി നമുക്കുള്ളത് രണ്ട് കുട്ടി സബ് ടോപ്പിക് കൂടാണ്. അതായത് 1857-1947 രണ്ട് കുട്ടി സബ് ടോപ്പിക് ഉണ്ട്. അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ കവർ ചെയ്ത് തീർക്കും. അതും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക്ക് തന്നെ കംപ്ലീറ്റ് ആകും. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇന്നത്തെ പുതിയ സബ് ടോപ്പിക് എന്ന് പറയുന്നത് സംഘടന എന്നാണ്. 1857-1947 അണ്ടറിൽ വരുന്ന സംഘടന, ആ കാലയളവിലുണ്ടായിരുന്ന സംഘടനകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മദ്രാസ് മഹാജന സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആര്? ആദ്യം തന്നെ മദ്രാസിലെ ഒരു മഹാജന സഭയെക്കുറിച്ചാണ് പറയുന്നത്. എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആര്? എം വീരരാഘവാചാരി. 1884 ജി സുബ്രഹ്മണ്യം, എം വീരരാഘവാചാരി, പി അനന്തചാർലു എന്നിവർ ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് മദ്രാസ് മഹാജന സഭ. 1884 ജി സുബ്രഹ്മണ്യം, 1884 അതായത് 1900 മുന്നെയാണ്. ജി സുബ്രഹ്മണ്യം, എം വീരരാഘവാചാരി, പി അനന്തചാർലു എന്നിവർ ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് മദ്രാസ് മഹാജന സഭ. അപ്പം ജി സുബ്രഹ്മണ്യം, എം വീരരാഘവാചാരി, പി അനന്തചാർലു. ഓക്കെ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ഇപ്പോൾ സ്വാഭിമാനത്തിനകത്ത് ഒരു സ്വായുണ്ട്, വ്യക്തിയുടെ പേരിലും ഒരു രാമസ്വാമിയിൽ സ്വാ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ശിവനാരായൺ അഗ്നിഹോത്രി ആരംഭിച്ച പ്രസ്ഥാനമാണ് ദേവസമാജം. ശിവനാരായൺ അഗ്നിഹോത്രി ആരംഭിച്ച പ്രസ്ഥാനമേത്? ദേവസമാജം. ശിവനാരായൺ അഗ്നിഹോത്രി ആരംഭിച്ച പ്രസ്ഥാനമാണ് ദേവസമാജം. ലതിക ഘോഷ് സ്ഥാപിച്ച സംഘടനയാണ് മഹിളാ രാഷ്ട്രീയ സംഘ്. ലതിക ഘോഷ് സ്ഥാപിച്ച സംഘടനയാണ് മഹിളാ രാഷ്ട്രീയ സംഘ്. ലതിക ഘോഷ് സ്ഥാപിച്ച സംഘടനയാണ് മഹിളാ രാഷ്ട്രീയ സംഘ്. ബോംബെ ആസ്ഥാനമായി സ്ഥാപിച്ച സംഘടനയാണ് ഭാരത സേവാ സംഘം. ബോംബെ ആസ്ഥാനമായി സ്ഥാപിച്ച സംഘടനയാണ് ഭാരത സേവാ സംഘം. ബോംബെ ആസ്ഥാനമായി സ്ഥാപിച്ച സംഘടനയാണ് ഭാരത സേവാ സംഘം. അടുത്തത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവാണ് നാമദേവൻ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവാണ് നാമദേവൻ. മുസ്ലിം പരിഷ്കരണ പ്രസ്ഥാനമായ വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ചത് ഷാ വാലിയുള്ളയാണ്. മുസ്ലിം പരിഷ്കരണ പ്രസ്ഥാനമായ വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ചത് ഷാ വാലിയുള്ളയാണ്. അടുത്തത് 1914 സേവാസമിതി എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? 1914 സേവാസമിതി എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സേവാസമിതി എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? എച്ച് എൻ ഹുൻസ്രു. ഫസൽ അലി കമ്മീഷനിലെ അംഗമായിരുന്നു എച്ച് എൻ ഹുൻസ്രു. അടുത്തത് സംഘടനകൾ, സ്ഥാപകൻ. സംഘടനകൾ: ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്.
തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്ത്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്ത്. യോഗക്ഷേമ സഭ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. യുവബംഗാൾ പ്രസ്ഥാനം ഹെൻറി വിവിയൻ ഡെറോസ്യോ. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്ത്. യോഗക്ഷേമ സഭ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. യുവബംഗാൾ പ്രസ്ഥാനം ഹെൻറി വിവിയൻ ഡെറോസ്യോ. അപ്പോൾ അതൊന്നുകൂടെ നമുക്ക് നോക്കാം. സംഘടനകൾ സ്ഥാപകൻ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്ത്. യോഗക്ഷേമ സഭ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. യുവബംഗാൾ പ്രസ്ഥാനം ഹെൻറി വിവിയൻ ഡെറോസ്യോ. കുറച്ച് കട്ടിയുള്ളതാണത്. നമുക്കതുകൊണ്ട് ഒന്നുകൂടെ നോക്കാം. സംഘടനകൾ സ്ഥാപകൻ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്ത്. യോഗക്ഷേമ സഭ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. യുവബംഗാൾ പ്രസ്ഥാനം ഹെൻറി വിവിയൻ ഡെറോസ്യോ. അടുത്തത് അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ വി ഡി സവർക്കർ. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ വി ഡി സവർക്കർ. സംഘടനകൾ സ്ഥാപകൻ അഹമ്മദീയ മൂവ്മെൻറ്റ് മിർസ ഗുലാം അഹമ്മദ്. അഹമ്മദീയ, അതിനകത്ത് അഹമ്മദ് എന്നുള്ള ടേം സ്ഥാപകനിലും ഉണ്ട്. അപ്പം അഹമ്മദീയ മൂവ്മെൻറ്റ് മിർസ ഗുലാം അഹമ്മദ്. ഹോം റൂൾ ലീഗ് തിലകൻ ആനി ബസന്ത്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ജി റാനഡെ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ജി റാനഡെ. നവ്ജവാൻ ഭാരത് സഭ ഭഗത് സിംഗ്. നവ്ജവാൻ ഭാരത് സഭ ഭഗത് സിംഗ്. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ബി ആർ അംബേദ്കർ. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഹിന്ദു ഹോം റൂൾ സൊസൈറ്റി ശ്യാംജി കൃഷ്ണവർമ്മ. ഇന്ത്യൻ ഹിന്ദു ഹോം റൂൾ സൊസൈറ്റി ശ്യാംജി കൃഷ്ണവർമ്മ. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ. യങ് ബംഗാൾ മൂവ്മെൻറ്റ് വിവിയൻ ഡെറോസിയോ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാത്തൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാത്തൻ ഡങ്കൻ. ഒന്നുകൂടെ നോക്കാം. സംഘടനകൾ സ്ഥാപകൻ അഹമ്മദീയ മൂവ്മെൻറ്റ് മിർസ ഗുലാം അഹമ്മദ്. ഹോം റൂൾ ലീഗ് ആനി ബസന്ത് ബാലഗംഗാധർ തിലക്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ജി റാനഡെ. നവ്ജവാൻ ഭാരത് സഭ ഭഗത് സിംഗ്. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ബി ആർ അംബേദ്കർ.
ഇന്ത്യൻ ഹിന്ദു ഹോം റൂൾ സൊസൈറ്റി ശ്യാംജി കൃഷ്ണവർമ്മ. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ. യങ് ബംഗാൾ മൂവ്മെൻറ്റ് വിവിയൻ ഡെറോസിയോ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കൻ. ഹിതകാരണി സമാജം സ്ഥാപിച്ചതാര്? ഹിതകാരണി സമാജം സ്ഥാപിച്ചതാര്? വീരേശലിംഗം. ഹിതകാരണി സമാജം സ്ഥാപിച്ചതാര്? വീരേശലിംഗം. സംഘടനകൾ സ്ഥാപകൻ ബഹിഷ്കൃത് ഹിതകാരിണി സഭ അംബേദ്കർ. ബഹിഷ്കൃത് ഹിതകാരിണി സഭ അംബേദ്കർ. സോഷ്യൽ സർവീസ് ലീഗ് എൻ.എം. ജോഷി. സോഷ്യൽ സർവീസ് ലീഗ് എൻ.എം. ജോഷി. സോഷ്യൽ സർവീസ് ലീഗ് എൻ.എം. ജോഷി. അനുശീലൻ സമിതി പി. മിത്ര. അനുശീലൻ സമിതി പി. മിത്ര. ആർ.എസ്.എസ്. കേശവ് ബൽറാം ഹെഡ്ഗേവർ. ആർ.എസ്.എസ്. കേശവ് ബൽറാം ഹെഡ്ഗേവർ. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. നവവിധാൻ കേശവചന്ദ്ര സെൻ. നവവിധാൻ കേശവചന്ദ്ര സെൻ. ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ കേശവചന്ദ്ര സെൻ. ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ കേശവചന്ദ്ര സെൻ. ധർമ്മസഭ രാജാ രാധാകാന്ത് ദേവ്. ധർമ്മസഭ രാജാ രാധാകാന്ത് ദേവ്. സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്ത്. സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്ത്. അലിഖണ്ഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്ത്. അലിഖണ്ഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓൾ ഇന്ത്യ കിസാൻ സഭ. ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതി. 1936. ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതി. 1936. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് റാഷ് ബിഹാരി ബോസ്. ഒന്നുകൂടെ അത് നോക്കാം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? വീരേശലിംഗം. ബഹിഷ്കൃത് ഹിതകാരിണി സഭ അംബേദ്കർ. സോഷ്യൽ സർവീസ് ലീഗ് എൻ.എം. ജോഷി. അനുശീലൻ സമിതി മിത്ര പി. മിത്ര. ആർ.എസ്.എസ്. കേശവ് ബൽറാം ഹെഡ്ഗേവർ. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. നവവിധാൻ കേശവചന്ദ്ര സെൻ. ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ കേശവചന്ദ്ര സെൻ. ധർമ്മസഭ രാജാ രാധാകാന്ത് ദേവ്. ധർമ്മസഭ രാജാ രാധാകാന്ത് ദേവ്. സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്ത്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതി. ഓൾ ഇന്ത്യ കിസാൻ സഭ സ്വാമി സഹജാനന്ദ സരസ്വതി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് റാഷ് ബിഹാരി ബോസ്. അപ്പം നമുക്ക് ഒന്നുകൂടെ സംഘടന എന്നുള്ള സബ് നോക്കാം. മദ്രാസ് മഹാജന സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആര്? എം. വീരരാഘവാചാരി. എം. വീരരാഘവാചാരി. 1884 ജി. സുബ്രഹ്മണ്യം, എം. വീരരാഘവാചാരി, പി. അനന്തചാർലു എന്നിവർ ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് മദ്രാസ് മഹാജന സഭ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് ഇ. വി. രാമസ്വാമി നായ്ക്കർ. ശിവനാരായൺ അഗ്നിഹോത്രി ആരംഭിച്ച പ്രസ്ഥാനമാണ് ദേവസമാജം. ലതിക ഘോഷ് സ്ഥാപിച്ച സംഘടനയാണ് മഹിളാ രാഷ്ട്രീയ സംഘ്. ബോംബെ ആസ്ഥാനമായി സ്ഥാപിച്ച സംഘടനയാണ് ഭാരത സേവാ സംഘം. ബോംബെ ആസ്ഥാനമായി ആരംഭിച്ച സംഘടനയാണ് ഭാരത സേവാ സംഘം. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവാണ് നാമദേവൻ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവാണ് നാമദേവൻ. മുസ്ലിം പരിഷ്കരണ പ്രസ്ഥാനമായ വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ചത് ഷാ വാലിയുള്ളയാണ്. മുസ്ലിം പരിഷ്കരണ പ്രസ്ഥാനമായ വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ചത് ഷാ വാലിയുള്ളയാണ്. 1914 സേവാ സമിതി എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? എച്ച്. എൻ. ഹുൻസ്രു. ഫസൽ അലി കമ്മീഷനിലെ അംഗമായിരുന്നു എച്ച്. എൻ. ഹുൻസ്രു. അടുത്തത് സംഘടനകൾ സ്ഥാപകൻ. ബ്രഹ്മസമാജം
രാജാറാം മോഹൻ റോയ്, തത്വബോധിനി സഭ, ദേവേന്ദ്രനാഥ ടാഗോർ, ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്, രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ, സത്യശോധക് സമാജം, ജ്യോതിബ ഫുലെ, തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബസന്ത്, യോഗക്ഷേമ സഭ, സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, യുവ ബംഗാൾ പ്രസ്ഥാനം, ഹെൻറി വിവിയൻ ഡെറോസിയോ. അടുത്തത് അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ വി.ഡി. സവർക്കർ. സംഘടനകൾ സ്ഥാപകൻ അഹമ്മദീയ മൂവ്മെൻറ്റ്, മിർസ ഗുലാം അഹമ്മദ്, ഹോം റൂൾ ലീഗ്, ആനി ബസന്ത് തിലകൻ, ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, എം.ജി. റാനഡെ, നവ്ജവാൻ ഭാരത് സഭ, ഭഗത് സിംഗ്, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, ബി.ആർ. അംബേദ്കർ, ഇന്ത്യൻ ഹിന്ദു ഹോം റൂൾ സൊസൈറ്റി, ശ്യാംജി കൃഷ്ണവർമ്മ, ഹിന്ദു മഹാസഭ, മദൻ മോഹൻ മാളവ്യ, യങ് ബംഗാൾ മൂവ്മെൻറ്റ്, വിവിയൻ ഡൊറോസിയോ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ്, കൽക്കട്ട മദ്രസ, വാരൻ ഹേസ്റ്റിങ്സ്, ബനാറസ് സംസ്കൃത കോളേജ്, ജൊനാത്തൻ ഡങ്കൻ. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? വീരേശലിംഗം. ബഹിഷ്കൃത് ഹിതകാരിണി സഭ, അംബേദ്കർ. സോഷ്യൽ സർവീസ് ലീഗ്, എൻ.എം. ജോഷി. അനുശീലൻ സമിതി, പി. മിത്ര. ആർ.എസ്.എസ്, കേശവ് ബൽറാം ഹെഡ്ഗേവർ. ദേവസമാജം, ശിവനാരായൺ അഗ്നിഹോത്രി. നവവിധാൻ, കേശവചന്ദ്ര സെൻ. ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ, കേശവചന്ദ്ര സെൻ. ധർമ്മസഭ, രാജാ രാധാകാന്ത് ദേവ്. സ്വദേശി ബാന്ധവ് സമിതി, അശ്വിനി കുമാർ ദത്ത്. അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓൾ ഇന്ത്യ കിസാൻ സഭ, സ്വാമി സഹജാനന്ദ സരസ്വതി, 1936. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്, റാഷ് ബിഹാരി ബോസ്. അടുത്തത് പത്രം എന്നുള്ള സബ് ഹെഡിങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, ആനി ബസന്ത്. കോമൺവെൽ, ആനി ബസന്ത്. ഇന്ത്യൻ മിറർ, ദേവേന്ദ്രനാഥ ടാഗോർ. അപ്പം ന്യൂ ഇന്ത്യ, ആനി ബസന്ത്. കോമൺവെൽ, ആനി ബസന്ത്. ഇന്ത്യൻ മിറർ, ദേവേന്ദ്രനാഥ ടാഗോർ. വന്ദേ മാതരം, മാഡം കാമ, ലാലാ ലജ്പത് റായ്. യുഗാന്തർ, ബരീന്ദ്ര കുമാർ ഘോഷ്. ബംഗാദർശൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം, മാഡം കാമ, ലാലാ ലജ്പത് റായ്. യുഗാന്തർ, ബരീന്ദ്ര കുമാർ ഘോഷ്. ബംഗാദർശൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. കർമ്മയോഗി, അരവിന്ദ ഘോഷ്. ഹിന്ദു പാട്രിയേറ്റ്, ഗിരീഷ് ചന്ദ്ര ഘോഷ്. ബോംബെ ക്രോണിക്കിൾ, ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി, അരവിന്ദ ഘോഷ്. ഹിന്ദു പാട്രിയേറ്റ്, ഗിരീഷ് ചന്ദ്ര ഘോഷ്. ബോംബെ ക്രോണിക്കിൾ, ഫിറോസ് ഷാ മേത്ത. ധ്യാനപ്രകാശ് ഗോപാൽ ഹരിദേശ് മുഖ്. ദ ഹിന്ദുസ്ഥാൻ ടൈംസ്, കെ.എം. പണിക്കർ. ഹിന്ദു, ജി. സുബ്രഹ്മണ്യം അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ്. ധ്യാനപ്രകാശ് ഗോപാൽ ഹരിദേശ് മുഖ്. ദ ഹിന്ദുസ്ഥാൻ ടൈംസ്, കെ.എം. പണിക്കർ. ഹിന്ദു, ജി. സുബ്രഹ്മണ്യം അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ്. സ്വദേശി മിത്രം, ജി. സുബ്രഹ്മണ്യ അയ്യർ. ബംഗാളി, സുരേന്ദ്രനാഥ ബാനർജി. അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അപ്പം സ്വദേശി മിത്രം, ജി. സുബ്രഹ്മണ്യ അയ്യർ. ബംഗാളി, സുരേന്ദ്രനാഥ ബാനർജി. അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ, ഹർദുർജി മർസ്ബാൻ.
ബോംബെ സമാചാർ, ഫർദുർജി മർസ്ബാൻ. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാഗാന്ധി. ബോംബെ സമാചാർ, ഫർദുർജി മർസ്ബാൻ. ഫർദുർജി മർസ്ബാൻ. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാഗാന്ധി. കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. പത്രം. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, ആനി ബസന്ത്. കോമൺവെൽ, ആനി ബസന്ത്. ഇന്ത്യൻ മിറർ, ദേവേന്ദ്രനാഥ ടാഗോർ. വന്ദേ മാതരം, മാഡം കാമ, ലാല ലജ്പത് റായ്. യുഗാന്തർ, ബരീന്ദ്ര കുമാർ ഘോഷ്. ബംഗാദർശൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. കർമ്മയോഗി, അരവിന്ദ് ഘോഷ്. ഹിന്ദു പാട്രിയേറ്റ്, ഗിരീഷ് ചന്ദ്ര ഘോഷ്. ബോംബെ ക്രോണിക്കൽ, ഫിറോസ് ഷാ മേത്ത. ധ്യാനപ്രകാശ്, ഗോപാൽ ഹരി ദേശ്മുഖ്. ദ ഹിന്ദുസ്ഥാൻ ടൈംസ്, കെ എം പണിക്കർ. ഹിന്ദു, സുബ്രഹ്മണ്യം അയ്യർ. വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ്. സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. ബംഗാളി, സുരേന്ദ്രനാഥ ബാനർജി. അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ, ഫർദുർജി മർസ്ബാൻ. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാഗാന്ധി. കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പം ഇതോടെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി 1857, 1947 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ബുക്കിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഇനി ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇത്രയും വായിച്ചത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാമെന്നാണ്. അതിനുശേഷം ഒരു പുതിയ ടോപ്പിക്കിലോട്ട് പോകുന്നതാണ്. അപ്പം റിവിഷനും ഒരു 3-4 ഡേയ്സ് ഒക്കെ കാണും. ഇത് നമ്മളിപ്പം പഠിച്ചു. അതിനുശേഷം ഒന്നുകൂടെ റിവൈസും കൂടെ ചെയ്യുമ്പം നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാൻ പറ്റും.